കൊല്ലവനെ. പിടിക്കവനെ. ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എടുക്കടാ വണ്ടി, പെട്ടെന്നാവട്ടെ. Come on. Hey, come on, shoot him. Come on, hey. എന്റെ ഭഗവാനെ കാത്തുകൊള്ളണേ. ഒരു വാൻ 4 വാനാകണേ, 4 വാൻ 40 വാനായി മാറണേ. ആദ്യത്തെ ഓട്ടം തന്നെ വലിയ ഓട്ടം ആക്കി തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ, അനുഗ്രഹിക്കണേ. വണ്ടിക്കൊരു ചെറിയ സ്ക്രാച്ച് പോലും വീഴാതെ നല്ല പളപളപളാന്ന് തിളങ്ങിക്കൊണ്ട് തന്നെ ഓടണേ. അതെല്ലാം പിന്നെ പറയാം, വണ്ടി കയറി. പുതിയ വണ്ടി വാങ്ങിയതുള്ളൂ ഞാൻ, ഇത് ഉടയ്ക്കാതെ ഞാൻ വരില്ല. എന്റെ ദൃഷ്ടിദോഷം എല്ലാം പോട്ടെ. ഇപ്പൊ ഉടഞ്ഞല്ലോ, വേഗം കേറ്. എന്താണത്? എങ്ങോട്ടാ? എന്താ ഇതെങ്ങനെ ഉടഞ്ഞു പോയത്? ഇതെന്താ? ഒന്ന് നിർത്തിക്കേ, ഇതെന്താ മനസ്സിലാവുന്നില്ല. ഇത്രയും ഡീസൽ വില ഉള്ളപ്പോ ആരാണ് ഇത്ര വണ്ടി മെനക്കെട്ട് ഓടിച്ച് പുറകെ വരുന്നത്? വേഗം പോ. അയ്യോ, ടയർ പൊട്ടിയെന്ന് തോന്നുന്നു. വണ്ടി നിർത്തടാ. ടയർ അല്ല അളിയ, പുറകിലത്തെ ഗ്ലാസ് പൊട്ടിയതാ. പുറകിലത്തെ ഗ്ലാസ് പൊട്ടിയെന്നു. അയ്യോ എന്റെ ദൈവം, എന്നെ കണ്ണാടി. അയ്യോ, പമ്പരം പോലെ കറക്കുന്നില്ലോടാ. അയ്യോ, ഇതെന്താ എല്ലാരും ഇവിടെ വന്നിരിക്കുന്നേ? വണ്ടി എടുത്ത് മാറ്ററാ. എടാ, എന്നെ വണ്ടി ഇടിപ്പിക്കുന്നു. അയ്യോ, മാറ്റിക്കോ. എടാ, പുറകോട്ട് പോകുമ്പോ സൂക്ഷിക്കണം, പുതിയ വണ്ടിയാ. എന്തിനാണ് എ സി ഓഫ് ചെയ്തേ? എടാ, കാറ്റ് നേരിട്ട് അടിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആ എ സി? ഈ പോക്ക് കണ്ടിട്ട് വലിയൊരു ആപത്തിലേക്കാ പോകുന്നെന്ന് തോന്നുന്നു. വണ്ടി ഇവിടെ നിർത്ത്, ഞാൻ ഇറങ്ങി പൊക്കോളാം. എന്താളിയത്? എന്തിനാ വണ്ടിയുടെ ഡോർ കളഞ്ഞത്?
ഡാ, രണ്ട് സൈഡിലേക്ക് രണ്ട് ഡോറും തെറിച്ചു പോയപ്പോ നീ സന്തോഷമായിട്ടിരിക്കുന്നോ? ആരാടാ അവന്മാരൊക്കെ? എല്ലാം കൂടെ വണ്ടിയിൽ തിങ്ങി ഞെരുങ്ങി തോക്കുമായിട്ട് എന്തിനാ വന്നേ? പെണ്ണ് വലിയിടത്തെയാണോടാ? അതെ, കൗൺസിലറിന്റെ മോളാ? CM-ന്റെ മകളാ. എന്താ പറഞ്ഞ CM-ന്റെ മോളോ? അപ്പൊ നമ്മളെ ഫോളോ ചെയ്തത് CM-ന്റെ ആൾക്കാരാ? വേണ്ടാത്ത ആളുകളാ. നമ്മൾ അവരുടെ കൈ കുടുങ്ങിയുണ്ടല്ലോ, നമ്മളെ തട്ടിയേച്ച് ഇവളെയും കൊണ്ട് അങ്ങ് പോകും. തട്ടിയേച്ച് ഇവളെയും കൊണ്ട് ഓ, അപ്പൊ അവരുടെ കയ്യിൽ നിന്നും CM-ന്റെ മോളെ രക്ഷിച്ചോണ്ട് വരിക? തട്ടിക്കൊണ്ട് വന്നത് ഞാനാ. അളിയ, സൂപ്പർ വണ്ടിയായത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിക്കാതെ ഓടുന്ന കണ്ടില്ലേ? ഒരു ചെറിയ സ്ക്രാച്ച് പോലും വീഴരുതെന്ന് പറഞ്ഞ് പൂജ ചെയ്ത വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ ഈശ്വര? അയ്യോ അയ്യോ, എന്റെ വണ്ടി ഈശ്വര. എന്താളി ഇവിടെ ഇരുന്ന് കരയുന്നേ? മര്യാദക്ക് വണ്ടി നന്നാക്കി തന്നോണം. പെട്ടെന്നാവട്ടെ. നീ പേടിക്കണ്ട, പെണ്ണുങ്ങളെ ഞാനൊന്നും ചെയ്യില്ല. എന്താണ് നിന്റെ തീരുമാനം? നല്ല തീരുമാനം. അയ്യോ അയ്യോ, എന്റെ വണ്ടി! എന്താടാ ഇത്? വാനില് ബോംബ് വെച്ചു. എന്തോ ലഗേജ് വെച്ച പോലാണല്ലോ നീ പറയുന്നേ. എന്തിനാടാ ബോംബ് വെച്ചേ? രക്ഷപ്പെട്ടു പോകുമ്പോ തെളിവുണ്ടാവാൻ പാടില്ല. ഞാൻ എന്തിനാ രക്ഷപ്പെടണം? ഞാൻ ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരുന്ന ആളാ. ഈ കിഡ്നാപ്പിൽ ഇപ്പൊ അളിയനും കമ്മിറ്റ് ആയല്ലോ. കിഡ്നാപ്പിൽ ഞാൻ കമ്മിറ്റോ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഹലോ, കാറിനുള്ള കവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മേടിച്ചോ. ഈ കണ്ടീഷനിൽ ആ കവർ കിട്ടിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണോ ഉള്ളേ? ആ കവർ കിട്ടിയിട്ട് ഇനി ഒരു കാര്യമില്ല. അല്ല, മുഴുത്ത ചാക്കൊണ്ടേ കൊണ്ടുപോവാ. എല്ലാം കൂടെ തൂത്ത് വാരിക്കൊണ്ടങ്ങ് ഇങ്ങോട്ട് വാ, പോയത് പോട്ടെ. എന്താ ഞങ്ങളെ ജോളിയായിട്ട് പിക്നിക്കിന് കൊണ്ടുപോവാ? ചൂള അടിച്ച് ഒടുക്കത്തെ ചൂള നിർത്തറ. എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാന്ന് ഓർത്തപ്പോ നിനക്കിപ്പോ പെണ്ണ് കടത്തലും കൊണ്ട് തുടങ്ങിയോടാ. ഈ CM-ന്റെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിനക്ക് എന്ത് പ്രയോജനമുള്ളേ? ആൽവിൻ മാർട്ട്, അമേരിക്കൻ NRI ബിസിനസ്മാൻ. അമേരിക്കയിൽ റദ്ദ് ചെയ്ത ആൽവിൻ ഹെൽത്ത് കെയർ മെഡിസിൻ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത
കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ച് പല 1000 കോടി മതിപ്പുള്ള മെഡിസിൻ കപ്പലുമായിട്ട് കൊച്ചിൻ ഹാർബറിൽ വന്നു. ഗുഡ് ഹാവ് എ ജെന്റിൽമാൻ. നാളെ തന്നെ CM നമുക്ക് അപ്രൂവൽ തരും. മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. Cheers. സർ, എന്ത് വേണം? CMന്റെ ഓഫീസിൽ നിന്ന് അപ്രൂവൽ തരത്തില്ലെന്ന് അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. കോടിക്കണക്കിന് രൂപ ചെലവാക്കി മെഡിസിൻ എടുത്തോണ്ട് വന്നത് അപ്രൂവ്ഡ് കിട്ടില്ല എന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അല്ലടാ. എനിക്ക് ഡോക്ടർ GKM കാണണം. ഡോക്ടർ GKM കേരളത്തിലെ പ്രമുഖ ഡോക്ടർമാരിൽ ഇവനും ഒരാളാണ്. ഡോക്ടർ GKM, നിങ്ങൾ കാണിച്ചാൽ കൈമലർത്തി. ബട്ട് CM അപ്രൂവ്ഡ് തന്നെങ്കിൽ മാത്രമേ കപ്പലിലുള്ള മെഡിസിൻസ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കൂ. ഡോൺ വറി മാർട്ടിൻ, CM തീർച്ചയായിട്ടും അപ്രൂവൽ തരും. എങ്ങനെ? നമ്മൾ കാണാൻ പോകുന്ന പാർട്ടി പറഞ്ഞാൽ CM കേൾക്കാതിരിക്കില്ല. 10,000 കോടിയോളം വിലമതിക്കുന്ന അമേരിക്കൻ കപ്പലിൽ വന്ന മെഡിസിൻ നമ്മുടെ കൊച്ചിൻ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. CM നമുക്ക് പെർമിഷൻ തന്നെങ്കിൽ മാത്രമേ കപ്പലിലിരിക്കുന്ന മെഡിസിൻ നമുക്ക് കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. എന്നാൽ CM നമുക്ക് അപ്രൂവൽ വന്നിട്ടില്ല. സ്വാമിജി CMനോട് സംസാരിച്ച് എങ്ങനെയും അപ്രൂവൽ വാങ്ങിത്തരണം. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടുന്നത്? 1000 കോടി രൂപ ലാഭം കിട്ടും. എനിക്കെന്ത് കിട്ടും? 20%, 200 കോടി മന്ത്ലി. ഇങ്ങനെ മാസം തോറും കപ്പലിൽ മെഡിസിൻ വരും. നല്ല കാര്യങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. നാളെ തന്നെ CMനെ കണ്ട് ഇതിനൊരു തീരുമാനമെടുക്കാം. സാറിനെ കാണാൻ സ്വാമിജി വന്നിട്ടുണ്ട്. ആളയച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. എല്ലാം നല്ലതിന് തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഇരിക്കു സ്വാമിജി, ഇരിക്കേ. താങ്ക് യു സർ. ഓം നാരായണ. പറയൂ സ്വാമി. ഇവർ അമേരിക്കൻ NRI ബിസിനസ്മാൻ ആൽബിൻ മാർട്ടിൻ, ആൽബിൻ ഹെൽത്ത് കെയർ കമ്പനിയുടെ വൺ ഓഫ് ദി ഡയറക്ടർ. ഞങ്ങളുടെ ആൽവിൻ ഹെൽത്ത് കെയർ കമ്പനിയിൽ നിന്ന് T-Action 300 എന്ന ആന്റിബയോട്ടിക് ടാബ്ലറ്റ് പുതിയതായി നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ടാബ്ലറ്റിന്റെ സ്പെഷ്യാലിറ്റി ശരീരത്തിലെ രോഗാണുക്കളെ നശിപ്പിച്ച് പവർ അധികരിക്കും. എല്ലാ പാവപ്പെട്ട ജനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയാ കുറഞ്ഞ വിലയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സാറേ. സാറ് ഞങ്ങൾക്ക് അപ്രൂവൽ തന്നാൽ അടുത്ത ആഴ്ച മുതൽ കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും. 1 മിനിറ്റ്. മിസ്റ്റർ രാധാകൃഷ്ണൻ, യെസ് സർ. ആ മെഡിസിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരൂ. യെസ് സർ. സർ, നിങ്ങൾ പറയുന്ന ആ മെഡിസിന്റെ അപ്രൂവൽ വേണമെന്ന് കഴിഞ്ഞ ആഴ്ച ഈ ഫയൽ എൻ്റെ ടേബിളിലെത്തി. അത് ഞാൻ മെഡിക്കൽ കൗൺസിലേക്ക് റിസർച്ചിന് അയച്ചു. അത് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് അധികമാകുമെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒപ്പിടാതിരുന്നത്. ആ DVD ഒന്ന് ഓൺ ചെയ്യേ. ഓക്കെ സർ. നിങ്ങൾ പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ച സൈഡ് എഫക്റ്റ് എന്താകുമെന്ന് ദാ കണ്ടോളൂ. ഈ ലോകത്തിലെ 75% വ്യാജ ടാബ്ലറ്റുകൾ ഇന്ത്യയിലാണ് വിൽക്കുന്നത്. അമേരിക്കയിൽ റിജക്റ്റ് ചെയ്ത ടാബ്ലറ്റുകൾ കേരളത്തിൽ വിൽക്കണമെന്ന് എന്നോട് പെർമിഷൻ ചോദിക്കുന്നത് ശരിയാണോ? ഇതിന് ഞാൻ അപ്രൂവൽ കൊടുത്താൽ ഇതാരാ കഴിക്കുന്നത്? പിഞ്ചു കുട്ടികൾ, ഗർഭിണിയായ സ്ത്രീകൾ, വയസ്സായവർ. ജനങ്ങൾ ജാഗ്രത പാലിക്കാത്ത കാരണത്താൽ ഇങ്ങനെയുള്ളവർ ജനങ്ങളെ വഞ്ചിച്ച് ഇതുപോലുള്ള ടാബ്ലറ്റുകൾ മാർക്കറ്റിലെത്തിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നം കേരളത്തിൽ സംഭവിക്കാതിരിക്കാനാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്റെ കൺട്രോളിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിൽ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അത് വേറെ സ്റ്റേറ്റിൽ ലോഞ്ച് ചെയ്യും. അമേരിക്കയിൽ റിജക്റ്റ് ചെയ്ത ടാബ്ലറ്റുകൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വേറെ ഒരിടത്തും വിൽക്കാനും സാധിക്കുകയില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സന്തോഷമായി. പോകാം. ഇനി എന്താ സമയം ചെയ്യേണ്ടത്? CM തന്നെ ഒപ്പിട്ട് തരും. അതിന് വഴിയുണ്ട്. CMന് ജനങ്ങളോട് എത്ര സ്നേഹമുണ്ടോ അതുപോലെ അയാളുടെ മകളോടും സ്നേഹമുണ്ട്. ഇവന്റെ പേര് യാദവ്. ബീഹാറിലെ വലിയ ഗാങ്സ്റ്ററാ. CMന്റെ മോളല്ല, CMനെ തന്നെ കടത്തും. 50 കോടിയാ പ്രതിഫലം. നെക്സ്റ്റ്.
ഇവന്റെ പേര് കൽക്കട്ട തോട്ട. കടത്തുന്നതിന് പണമല്ല ചോദിക്കുന്നത്, ബിസിനസ്സിലെ പെർസെന്റേജ് പ്രതിഫലം. സ്വാമി, ആ ടി വി ഒന്ന് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യാവോ? CM-ന്റെ മോളെ കടത്തിക്കൊണ്ട് പോയിട്ട് 25 കോടി 50 കോടി ഇത് മാത്രമല്ലാതെ ബിസിനസ്സിൽ പെർസെന്റേജ് കൊടുക്കണം. 1 ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി. CM-ന്റെ മോളെ കടത്തിക്കൊണ്ടുവരാൻ കിടിലൻ ഒരാള് നമ്മുടെ നാട്ടിലുണ്ട്. ആരാത്? അലക്സ് എന്ന അവന്റെ പേര്.